ഹെയർ നല്ലോണം വളർത്തിയിരുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറമായിരുന്നു ഇത്. സിറം ഞാൻ പറഞ്ഞു തരുന്ന അനുസരിച്ച് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഹെയർ സിറം പ്രിപ്പറേഷനുമായിട്ടാണ്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന്റെ ശേഷം നമ്മൾ മുടീൻ്റെ ജടയൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ മുടീൻ്റെ ജടകളോ കാര്യങ്ങളോ ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പം നമുക്കത് ഒന്നിച്ച് കളയാം. അപ്പം നമ്മൾ മുടീൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടെ ഊരി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് സിറം പ്രിപ്പയർ ചെയ്യുന്ന രീതി ഒന്ന് കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ മിക്സിയിലിട്ട് അരച്ചതിൻ്റെ ശേഷം കഞ്ഞിവെള്ളത്തിൽ വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിവിടെ കഞ്ഞിവെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ വെള്ളത്തിലാക്കിയിട്ട് കുറച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇത് കഞ്ഞിവെള്ളത്തിൽ ചെയ്താലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം. അപ്പൊ എല്ലാവരും സിറമൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അധികമായിട്ട് എന്താ പറയുക സ്ട്രെയിൻ എടുക്കേണ്ടതോ അല്ലെങ്കിൽ എന്താ പറയുക ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കരിഞ്ജീരകമാണ് നമുക്ക് എന്നാലും വീട്ടിൽ അധികം യൂസ് ചെയ്ത്, ഇവിടെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം അത് മാത്രം ഞാനൊന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ ഉലുവ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വെള്ളമാണല്ലോ വേണ്ടത്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇത് അരിച്ചെടുക്കുന്ന ടൈമിൽ മാക്സിമം നല്ലോണം എല്ലാ അതിൻ്റെ പാർട്ടിക്കിൾസ് പോകുന്ന രീതിയിൽ അരിച്ചെടുക്കണം. പക്ഷെ എത്രയൊക്കെ ആയാലും അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് പൊടികൾ വന്നിട്ട് ഇരിക്കുന്നത്. അത് നോർമലാണ്, കാരണം എത്രയൊക്കെ അരിച്ചെടുത്താലും നമുക്കത് ഫുള്ള് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത സിറം. ഇതെന്ന് വെച്ചാൽ ഞാൻ പണ്ടൊരു റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റോസ് വാട്ടറിൻ്റെ എന്താ പറയുക ബോട്ടിൽ ഭാഗ്യത്തിന് എനിക്കറിയാമായിരുന്നു എപ്പോഴെങ്കിലും എനിക്ക് യൂസ്ഫുൾ ആവുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചത്. പക്ഷെ ഇതിലും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ബോട്ടിൽ ഉണ്ടാവുമല്ലോ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നത്, ആ ബോട്ടിലിൻ്റെ മേലെ ജസ്റ്റ് ഒരു കുറച്ച് ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലോണം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സ്പ്രേ ആയതുകൊണ്ട് തന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് കുറേ നേരം അടിച്ചു കൊടുക്കണമല്ലോ. മറ്റേതാകുമ്പോൾ നമുക്ക് വെള്ളമായിട്ടിങ്ങ് വന്നോളും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അത് വേറൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് കയ്യിൽ ഇതില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ നല്ലോണം മസാജ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് അടിച്ചതിൻ്റെ ശേഷം നല്ലോണം എല്ലായിടത്തും അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം, നമ്മൾ റൂട്ട്സിലൊക്കെ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നല്ലോണം മസാജ് ചെയ്യുക. ഇന്ന് മുതൽ നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് രാത്രി മുതൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടിച്ചതിൻ്റെ ശേഷം നല്ലോണം ഒരു 15 മിനിറ്റ് ഫുള്ള് മസാജ് ചെയ്യുക. ഹെഡ് മൊത്തം നിങ്ങൾ ടൈമർ വെച്ചിട്ട് തന്നെ മസാജ് ചെയ്യുക. അത് 15 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് മതി കേട്ടോ. എൻ്റെ ഒരു മാറിപ്പോയത് 5 മിനിറ്റ് മതി. 5 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്യുക, ഇട്ട് കിടന്നുറങ്ങുക. അങ്ങനെ ഒരു 15 ഡേയ്സ് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. 15 ഡേയ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി അതുമായിട്ട് യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ എത്രയൊക്കെ മസാജ് ചെയ്താലും അതിലൊരു എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 15 ദിവസം മാത്രമേ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതായത് മാസത്തിലെ പകുതി ചെയ്യുക, പകുതി ദിവസം നിങ്ങൾ ചെയ്യാതിരിക്കുക, പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നല്ലോണം മസാജ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെറുതെ മസാജ് ചെയ്താലും മതി. ജസ്റ്റ് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലോണം മസാജ് ചെയ്താൽ മതി ഒരു 5 മിനിറ്റ്. എന്നിട്ട് കിടന്നുറങ്ങാം.
പിന്നെ ഇത് രാത്രി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാർട്ടിക്കിൾസ് നമ്മളുടെ തലയിൽ തന്നെ നിന്നിട്ട് ഡാൻഡ്രഫായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ നല്ലോണം മസാജൊക്കെ ചെയ്തതിന് ശേഷം ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് അടിച്ചു തരുന്നത്. പക്ഷെ ഞാൻ രാത്രിയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഞാനിപ്പം ഇത് യൂസ് ചെയ്ത് കാണിക്കുന്നത്. കാരണം രാത്രി ആകുമ്പോൾ ലൈറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പം ഓയിലൊക്കെ ഇട്ട് വന്ന് കുളിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇത് കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നല്ലോണം മസാജൊക്കെ ഓയിലൊക്കെ ഇട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇത് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓയിലൊക്കെ ഇട്ടാൽ ഓൾറെഡി നമ്മളെ ഹെഡൊക്കെ നല്ല ക്ലോഗ് ആയി കിടക്കും, നമ്മളെ പോസ് ഒന്നും അങ്ങനെ ഓപ്പൺ ആവത്തില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇത് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇത് ഇറങ്ങി ചെല്ലാനുള്ള ചാൻസ് വളരെ കുറവാണ്. രാത്രി ആകുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം മുടിയൊക്കെ ഫുൾ വാഷ് ചെയ്തിട്ടാണല്ലോ കിടന്നുറങ്ങാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അടിച്ചു കൊടുത്താൽ നല്ലോണം കുറച്ചുകൂടി അബ്സോർബ് ആവാനുള്ള ടൈം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി നല്ലോണം സ്കിൻ കെയർ ചെയ്ത് ഉറങ്ങുന്നത്. കാരണം രാത്രിയാണ് നമ്മൾ മുടി വളരെ സ്കിന്ന് നല്ലോണം റിജനറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഒന്നെങ്കിൽ രാത്രി ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഞാൻ പൊതുവെ രാത്രിയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ശേഷം നല്ലോണം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഇതെല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ സ്പ്രേ അടിച്ചത് എത്തിയില്ലെങ്കിൽ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ നല്ലോണം മസാജൊക്കെ ചെയ്ത് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം. ഞാൻ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇത് വെച്ചിരിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്കിത് ശീലമായതുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കാറ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റൊക്കെ വെച്ചിട്ട് തലവേദനയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സൈനറ്റൈറ്റിസും മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ബെറ്റർ 10-15 മിനിറ്റൊക്കെ വെച്ച് കഴുകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഓഫ് വീക്ക് 6 ഇന്നത്തോടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ അടുത്തൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.